അനാശാസ്യ കേസിൽ അറസ്റ്റിലായ യുവതിയെ പീഡിപ്പിച്ചെന്ന ആരോപണം നേരിടുന്ന വടകര ഡിവൈഎസ്പി ഉമേഷിനെ സസ്പെൻഡ് ചെയ്തു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം അറിഞ്ഞതാണ്, കേട്ടതാണ്. സത്യത്തിൽ ഇതുപോലൊരു നരാധമനെതിരെ സർക്കാരിന് നടപടിയെടുക്കുവാൻ ഒരാളുടെ ജീവൻ കൊടുക്കേണ്ടി വന്നു എന്നതാണ് ഖേദകരമായിട്ടുള്ള ഒരു കാരണം എന്ന് കൂടി പറയട്ടെ. ആ ആത്മഹത്യ ചെയ്ത CI ബിനു തോമസ് മറക്കാൻ കഴിയില്ല കേട്ടോ. ആ CIയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ ഇരയടക്കം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടും പോലീസിനും സർക്കാരിനും കേസെടുക്കാനും നടപടിയെടുക്കുവാനും വല്ലാത്ത അമാന്തമായിരുന്നു. ഇങ്ങനെ പോലീസുകാർ കാണിക്കുന്ന വൃത്തികേടുകൾക്ക് കൂട്ടുകെട്ട് നിൽക്കേണ്ട ഗതികേട് സർക്കാരിനുണ്ടോ? ആഭ്യന്തര വകുപ്പിനുണ്ടോ? ആഭ്യന്തരമന്ത്രിക്കുണ്ടോ? ഇത് സ്വാഭാവികമായിട്ടും ഈ സർക്കാരിനോട് ജനങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. അവർ മനസ്സിൽ 1000 വട്ടം ചോദിച്ചു കഴിഞ്ഞ ചോദ്യങ്ങളാണ്. പക്ഷേ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകളെയും ആ സർക്കാരിനെ നയിക്കുന്ന നേതാക്കന്മാരെയും സാധാരണ ജനങ്ങളെ മുമ്പിൽ ഒരിക്കലും ലഭിക്കാറില്ല. വളരെ അകലത്തിലാവുകയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള നേതാക്കന്മാർ. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന്റെ ചോദ്യം എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും ഇവരാരും കേൾക്കാറില്ല, ശ്രദ്ധിക്കാറില്ല. പക്ഷെ നിങ്ങളാരും കേൾക്കണ്ട. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, വാർത്താ മാധ്യമങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഈ പെയ്ഡ് ന്യൂസ് ചെയ്യുന്നവരെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പെയ്ഡ് ന്യൂസ് ചെയ്യാത്ത സത്യസന്ധമായിട്ട് വാർത്തകൾ ചെയ്യുന്നവരുണ്ട്. അവർക്ക് ചിലപ്പോൾ വലിയ പേരും പെരുമയൊന്നും കാണില്ല, പക്ഷെ അവർ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങാതെ, ആരുടെ നേട്ടങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാതെ, ബയാസ്ഡ് ആയിട്ടുള്ള വാർത്തകൾ ചെയ്യാതെ ചെയ്യുന്നവർ ഇവിടെ ഉണ്ട്. ഞങ്ങളടക്കം അങ്ങനെയാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. കാരണം ആരുടെ കയ്യിൽ നിന്നും 10 പൈസ വാങ്ങിയിട്ടല്ല ഞങ്ങൾ വാർത്തകൾ ചെയ്യുന്നത്. അങ്ങനെ പലരും ഉണ്ടാകാം. അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്നവർ ചെയ്യുന്ന സത്യസന്ധമായ വാർത്തകൾ, ആ വാർത്തകളിൽ ഈ പൊതുജനത്തിന്റെ വേദനകൾ, ചോദ്യങ്ങൾ ഇവ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് കേൾക്കാനുള്ള മനസ്സെങ്കിലും നിങ്ങളെപ്പോലുള്ള മന്ത്രിമാരും നേതാക്കന്മാരും കാണിക്കുക. ഇവിടെ ഈ ഉന്മേഷുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉന്മേഷ് കാണിച്ചത് എന്താണ്? ഉമേഷ് എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ വൃത്തികേടുകൾ, പേക്കൂത്തുകൾ അത് പൊതുസമൂഹം അറിയേണ്ടതാണ്. ഇവനെ പോലുള്ളവനെ ഒന്നും ഇനിയും വച്ചുവാഴിക്കരുത് എന്നുള്ളതാണ്. ആ അനാശാസ്യത്തിൽ ഇടപെട്ടു എന്ന് പറയപ്പെടുന്ന സ്ത്രീയുടെ വീട്ടിലെത്തിയ ഉമേഷ് അവരെ ടെറസിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി പീഡിപ്പിച്ചിരിക്കുന്നു. ഭീഷണിപ്പെടുത്തി എന്നും ബ്ലാക്ക്മെയിൽ ചെയ്തുമെന്നും മൊഴിയുണ്ട്. കൂടാതെ സാഹചര്യ തെളിവും അനുസരിച്ച് അധികാര ദുർവിനിയോഗം നടത്തിയിരിക്കുകയാണ് ഇയാൾ. ബലാത്സംഗ കേസ് ഉൾപ്പെടെ എടുക്കാൻ പോകേണ്ടതാണ്. അപ്പോഴാണ് വടകര ഡിവൈഎസ്പി കൂടിയായിട്ടുള്ള ഉമേഷിന് ഇപ്പോൾ സസ്പെൻഷൻ നൽകി മാറ്റി നിർത്തിയിരിക്കുന്നത്. ഈ സസ്പെൻഷനൊക്കെ എത്ര കാലത്തേക്കാണ്? 2, 3, 4 മാസം കഴിയുമ്പോൾ വീണ്ടും ഇതേ കുപ്പായം അണിഞ്ഞ് മറ്റെവിടെയോ ഉള്ള വേറൊരു സ്ത്രീയെ അല്ലെങ്കിൽ ഇതുപോലുള്ള കുറെ സ്ത്രീകളെ നശിപ്പിക്കാൻ വേണ്ടി ഇവൻ വീണ്ടും ഈ അധികാരം ഉപയോഗിക്കും. പക്ഷെ അത് മനസ്സിലാക്കി ഇവനെ പോലുള്ളവനെ സർവീസിൽ നിന്ന് തന്നെ ടെർമിനേറ്റ് ചെയ്യാണ് വേണ്ടത്. അത് ചെയ്യുവാനുള്ള കരുത്തോ കഴിവോ തണ്ടല്ലോ ഒക്കെ സർക്കാരിനോ സർക്കാരിന്റെ മന്ത്രിമാർക്കോ ഉണ്ടോ എന്നത് മാത്രമാണ് അറിയേണ്ടത്. ഇനി ഈ ഉമേഷ് എന്ന് പറയപ്പെടുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം സസ്പെൻഷൻ നൽകിയപ്പോൾ ഉമേഷ് ഇന്നലെ മെഡിക്കൽ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ECGയിൽ വ്യതിയാനം വന്നതിനെ തുടർന്നാണ് മെഡിക്കൽ അവധിയിൽ പ്രവേശിക്കുന്നത് എന്നുള്ള വിശദീകരണവും നൽകിയിട്ടുണ്ട്. നാദാപുരം കൺട്രോൾ റൂം ഡിവൈഎസ്പിക്കാണ് വടകര ഡിവൈഎസ്പിയുടെ പകരം ചുമതല നൽകിയത്. ഞാൻ അപ്പോൾ ആദ്യം ആലോചിച്ചത്രേ ഉള്ളൂ, ഹൃദയമില്ലാത്ത ഇവനൊക്കെ എന്ത് ഹൃദയവേദന അല്ലേ? അങ്ങനെയല്ലേ ചിന്തിക്കാൻ കഴിയും? മനസ്സും മനസാക്ഷിയും ഇല്ലാത്തവന്മാരാണ് ഹൃദയവേദനയായിട്ട് എത്തിയിരിക്കുന്നത്. ഇയാൾ വടക്കാഞ്ചേരിയുടെ CI ആയിരുന്നപ്പോൾ അനാശാസ്യ കേസിൽ കസ്റ്റഡിയിലെടുത്ത സ്ത്രീയെ പീഡിപ്പിച്ച് കേസെടുക്കാതെ ഉമേഷ് വിട്ടയച്ചു എന്നുള്ളതാണ് ഉമേഷിനെതിരായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ എന്ന് പറയപ്പെടുന്നത്. ഇവിടെ പോലീസ് എന്ന ഔദ്യോഗിക പദവി ഉമേഷ് ദുരുപയോഗം ചെയ്തു എന്ന് റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഉമേഷ് അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഡിവൈഎസ്പിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാൻ പാലക്കാട് ESP സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. അനാശാസ്യ കേസിൽ അറസ്റ്റിലായ ഒരു യുവതിയെ ഡിവൈഎസ്പി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു എന്നായിരുന്നു ആത്മഹത്യ ചെയ്ത ചെർപ്പളശ്ശേരി CI ബിനു തോമസ് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ഇതേ യുവതി ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് അതേ മൊഴി നൽകുകയും ചെയ്തു. ആ മൊഴികൾ ശരിവെക്കുകയും ചെയ്തു. ഡിവൈഎസ്പി തന്നെ പലതവണ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു എന്നാണ് യുവതി നൽകിയ മൊഴി. അന്ന്
ആ സ്ത്രീക്കൊപ്പം പിടിയിലായവരിൽ നിന്ന് ഡിവൈഎസ്പി കൈക്കൂലി വാങ്ങിയതും യുവതി പറയുന്നുണ്ട്. അപ്പോൾ യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഡിവൈഎസ്പിക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനു മുമ്പാണ് ഇപ്പോൾ സസ്പെൻഷൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ സംഭവത്തിൽ യുവതി കഴിഞ്ഞ ദിവസമാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് മൊഴി നൽകിയത്. കസ്റ്റഡിയിലെടുത്ത ശേഷം പലതവണ ഡിവൈഎസ്പി തന്നെ പീഡനത്തിന് ഇരയാക്കി എന്നുള്ള യുവതിയുടെ മൊഴി, ഒപ്പം തന്നെ തനിക്കൊപ്പം കസ്റ്റഡിയിലുണ്ടായിരുന്ന മറ്റുള്ളവരിൽ നിന്ന് ഉമേഷ് കൈക്കൂലി വാങ്ങിയതടക്കം മൊഴിയിൽ വ്യക്തമായിട്ട് പറയുമ്പോഴും ആ മൊഴികളൊന്നും നോക്കുവാനോ കേൾക്കുവാനോ അറിയുവാനോ മനസ്സിലാക്കുവാനോ എന്നും ഈ പോലീസുകാർക്ക് മൂളയില്ല എന്നുള്ളതാണ്. അത് മൂളയില്ലാത്തതിൻ്റെ അല്ല, അത് വർഗബോധത്തിൻ്റെയാണ്. സ്വന്തം കുപ്പായം അണിഞ്ഞവർ അല്ലെങ്കിൽ പോലീസിന്റെ കുപ്പായം അണിഞ്ഞവനെ കള്ളനെന്ന് മുദ്ര കുത്തുവാനോ പീഡകനെന്ന് മുദ്ര കുത്തുവാനോ അല്ലെങ്കിൽ ബലാത്സംഗ വീരനെന്ന് മുദ്ര കുത്തുവാനോ കഴിയാതെ നിൽക്കുന്ന നിസ്സഹായരായ പോലീസുകാരുടെ ഒരു കൂട്ടമാണ് നമ്മുടെ പോലീസ് സേന. അതുകൊണ്ടാണ് ഇവനൊക്കെ എതിരെ നടപടിയെടുക്കാത്തത്. പാലക്കാട് ചെർപ്പളശ്ശേരി SHO ബിനു തോമസിന്റെ ആത്മഹത്യാ കുറിപ്പിൽ ഇയാളെക്കുറിച്ച് വന്ന പരാമർശങ്ങൾ, ഉമേഷിനെ കുറിച്ച് വന്ന പരാമർശങ്ങൾ ഉമേഷ് തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്ന സാഹചര്യമായിരുന്നു. അതായത് നവംബർ 15 ചെർപ്പളശ്ശേരിയിലെ പോലീസ് ക്വാർട്ടേഴ്സിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ SHO ബിനു തോമസിന്റെ സമീപത്ത് നിന്ന് കണ്ടെത്തിയ 32 പേജ് വരുന്ന ആത്മഹത്യാ കുറിപ്പിലാണ് 2014 മേലുദ്യോഗസ്ഥനായിരുന്ന ഉമേഷിനെതിരെ പരാമർശങ്ങൾ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് ജീവനൊടുക്കിയ SHO ബിനു തോമസ്. ആ ഉമേഷിന് 2014 ഒന്ന് ആലോചിച്ച് നോക്കുക, 11 വർഷങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. എന്നിട്ടും ഈ കഴിഞ്ഞ 11 വർഷക്കാലവും ഒരു നടപടിയും ഇല്ലാതെ ഈ പോലീസുധാരി ഉമേഷ് എന്ന് പറയപ്പെടുന്ന ആള് CIയിൽ നിന്ന് ഡിവൈഎസ്പി പദവിയിലേക്ക് വരെ ഉയർത്തപ്പെടുകയും അതിനിടയിൽ എന്തൊക്കെ വൃത്തികേടുകൾ കാട്ടിക്കൂട്ടി. ഒരാളും മിണ്ടാതെ എല്ലാവരെയും ഈ പോലീസിന്റെ കുപ്പായമുണ്ട് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരിക്കുമല്ലോ പല സ്ത്രീകളെ ഇവൻ ഈ പറയുന്ന പോലെ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തിട്ടുള്ളത്. പലതരത്തിലായിരിക്കുമല്ലോ. ആ കഥകൾ ഇനി വരുവാനിരിക്കുന്നതേ ഉള്ളൂ. കോഴിക്കോട് തൊട്ടിൽപ്പാലം സ്വദേശിയായുള്ള ബിനു തോമസ് മരണത്തിന് കീഴടങ്ങുമ്പോൾ അദ്ദേഹം എന്തിനാണത് ചെയ്തത് എന്നുള്ള ചോദ്യം പലവട്ടം പലരും ചോദിച്ചിരിക്കാം. പക്ഷെ കുടുംബത്തിന് നഷ്ടപ്പെട്ട ബിനു തോമസിന് പറയാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അതിലൊരു കാരണമാണ് ഈ ഉമേഷിനെതിരെയുള്ള പരാമർശങ്ങൾ എന്ന് പറയുന്നത്. ഈ 2014 അനാശാസ്യത്തിന് പിടിയിലായിട്ടുള്ള യുവതിയെ ഉമേഷ് അവരുടെ വീട്ടിലെത്തി പീഡിപ്പിച്ചു എന്നാണ് ബിനുവിന്റെ കുറിപ്പിലുണ്ടായിരുന്നത്. അതേസമയം 11 വർഷം മുമ്പുള്ള സംഭവമാണ് എന്ന് കത്തിൽ പരാമർശിക്കുന്ന കാര്യത്തെക്കുറിച്ച് അറിവില്ല എന്നുമൊക്കെയാണ് ഉമേഷിന്റെ വെളിപ്പെടുത്തൽ. കാരണം കാണില്ല. 11 വർഷം മുമ്പുള്ള കഥയൊക്കെ എങ്ങനെയാണ് ഈ മഹാൻ ഈ പറയുന്ന കാമവീരൻ ഇതിനെക്കുറിച്ച് പറയാൻ വെളിപ്പെടുത്തുന്നത്? ഇവനെ പോലുള്ളവന് പറയാൻ കഴിയില്ല. 11 വർഷത്തിന് ശേഷം പിന്നെ എത്രയോ പേരെ ഇതുപോലെ പ്രാപിച്ചു കാണും. ഇവനെ പോലുള്ളവനെയൊക്കെ നിയമത്തിന് മുന്നിൽ എത്തിക്കേണ്ടതാണ്. അത് എത്തിക്കാതെ മാറ്റി നിർത്തപ്പെടുന്നതുകൊണ്ടാണ് പോലീസിന് എന്നും ഇതുപോലുള്ള പേരുദോഷങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇയാൾ ഈ പറയുന്ന കത്തിൽ പരാമർശിക്കുന്ന കാര്യത്തെക്കുറിച്ച് അറിയില്ല എന്ന് പറയപ്പെടുന്ന ഉമേഷിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ എന്തായാലും ഇപ്പോൾ സസ്പെൻഷൻ കിട്ടിക്കഴിഞ്ഞു. കത്തിലെ കാര്യങ്ങൾ അറിയില്ല, മാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യമൊക്കെ അറിയുന്നത്. മേലുദ്യോഗസ്ഥരും ഇതുവരെ ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. കത്തിനെക്കുറിച്ച് ചോദ്യമുണ്ടായാൽ മാത്രമേ മറുപടി നൽകൂവെന്നൊക്കെ ഉമേഷ് പറയുന്നുണ്ടായിരുന്നു. മേലുദ്യോഗസ്ഥന്മാർ എങ്ങനെ അറിയും? പക്ഷേ ഇതിനെക്കുറിച്ച് ആരെങ്കിലും ഒരു പരാതി കൊടുക്കണ്ടേ? പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന സ്ത്രീയെ ഭീഷണിപ്പെടുത്തി വെച്ചിട്ടല്ലേ താങ്കൾ പീഡിപ്പിച്ചത്? പിന്നെ എങ്ങനെയാണ് അവരൊരു കേസ് കൊടുക്കുക? അപ്പൊ അങ്ങനെ ഒരു കേസ് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ മേലുദ്യോഗസ്ഥർക്ക് ഇക്കാര്യങ്ങൾ എങ്ങനെ താങ്കളെ വിളിച്ച് ചോദിക്കും? അപ്പോൾ ഈ വീട്ടിൽ ആ അനാശാസ്യത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ വീട്ടിലെത്തി കേസിൽ നിന്ന് ഒഴിവാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉമേഷ് ഈ സ്ത്രീയെ ടെറസിലേക്ക് വലിച്ചൊഴിച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കുകയാണ് ചെയ്തതെന്ന് യുവതിയടക്കം മൊഴി നൽകിയിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തിയെന്നും ബ്ലാക്ക്മെയിൽ ചെയ്തതെന്നും ഒക്കെ മൊഴിയിൽ പറയുന്നുണ്ട്. 2014 ഏപ്രിൽ മാസം 15 പീഡനം നടന്നത് എന്നുകൂടി യുവതിയുടെ മൊഴി നിൽക്കുന്നു. ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെക്കുറിച്ച് വന്ന പരാമർശങ്ങൾ ഉമേഷ് തള്ളിയതിന് പിന്നാലെയാണ് കേസിൽ യുവതിയുടെ മൊഴി പുറത്തു വരുന്നത്. ഇപ്പോൾ കേസിലെ യുവതിയുടെ മൊഴിയും ഒപ്പം തന്നെ ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന കാര്യങ്ങളും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഉമേഷ്, നിന്നെപ്പോലൊരുത്തം പുറത്തിറങ്ങാൻ പാടില്ല. നീ എത്ര കൊടി കെട്ടിയവനാണെങ്കിലും നീ ഈ പറയുന്ന പോലെ കാക്കിക്കുപ്പായം ഊരാതെ ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല. പക്ഷെ എന്തായാലും ഇനിയെങ്കിലും ഇതുപോലുള്ള നരാധമന്മാരെ ഈ പോലീസ് എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിനുള്ളിൽ, അതായത് ജനങ്ങൾക്ക് അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് എത്തപ്പെടുന്ന നിയമപാലകരാണല്ലോ. ആ നിയമപാലകർ തന്നെ നിയമത്തെ ഇത്തരത്തിൽ നിയമത്തെ പോലും ഇങ്ങനെ പിച്ചി ചീന്തി കളയുമ്പോൾ, അല്ലെങ്കിൽ നിയമത്തെ പോലും ഇങ്ങനെ ബലാത്സംഗം ചെയ്ത് കളയുമ്പോൾ ഇവനെ പോലുള്ളവനെ സർവീസിലെ ഇരുത്താൻ പാടില്ല, സർവീസിൽ നിന്നും പുറത്താക്കുകയാണ് വേണ്ടത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഉമേഷ് എന്ന് പറയപ്പെടുന്ന
ഈ ഡിവൈഎസ്പി 3-4 മാസങ്ങൾക്കകം തിരികെ ഇതിനകത്ത് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ആരുടെയൊക്കെയോ ഏറാൻ മൂളിയാണ് ഈ ഉമേഷ് എന്ന് പറയപ്പെടുന്ന വ്യക്തി. ആരുടെയൊക്കെയോ ഏതോ രാഷ്ട്രീയക്കാരൻ്റെയൊക്കെ പിണിയാളാണ് ഉമേഷ്. അതുകൊണ്ട് തന്നെ ഒരു സസ്പെൻഷനിൽ ഒതുങ്ങുന്നു. ഒരിക്കലും ഇയാളെപ്പോലുള്ള ആളെ ഈ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുവാനുള്ള കരുത്തോ നട്ടല്ലോ തണ്ടല്ലോ ഈ സർക്കാരിനോ ഒപ്പം തന്നെ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ ഇല്ല എന്ന് പറയട്ടെ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച